സംഭവിച്ചാണ് ഓഫീസല്ല സാർ, മനസ്സിലാക്കിക്കോ. മനസ്സിലാക്കിക്കോ, ആ തരത്തിലേക്ക് മാറും. ഇന്നലെ സാർ ഒരു ബോർഡ് ഒരു നോട്ടീസ് വെച്ചിട്ട് ഞങ്ങളുടെ പ്രതിഷേധം സാർ ഒരു ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നതാണ്. രാഷ്ട്രീയമല്ല അവിടെ നോക്കേണ്ടത്, മനസ്സിലായ? കോൺഗ്രസിന്റെ രാഷ്ട്രീയം കളിക്കാനാണെങ്കിൽ ഈ പണി രാജിവെച്ചിട്ട് പോയി കോൺഗ്രസിന്റെ കൊടി പിടിച്ച് പാർട്ടി പ്രവർത്തനം നടത്തും. ഇതാണ് അതിന് ഏറ്റവും നല്ലത്. ഇത്രയും ആഭാസനായിട്ടുള്ള ഒരാൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തോന്നിയവാസി ഒരു ആ MLA പോയി വീട്ടിൽ പോയി ക്ഷണിച്ചു പരിപാടി എന്ന് പറഞ്ഞാൽ എന്തൊരു കോൺഗ്രസ്സുകാർ കാണിക്കാത്ത ആവേശമല്ലേ നിങ്ങൾ കാണിച്ചത്? ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്തൊരു തോന്നിയവാസമാണ് രാത്രിയിൽ ധൃതിപ്പെട്ട് ബാംഗ്ലൂരിന്റെ ബസ്സിന് വേണ്ടിയിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ അവരെ പോലൊരു ആഭാസനെ വിളിച്ചിട്ട് വന്നിട്ട് അതിന്റെ ഉദ്ഘാടനം ചെയ്ത് അതിൽ ഗമ്മിക്ക് കാണിക്കാൻ നിൽക്കുക. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഈ നാട്ടിലെ ജനങ്ങളൊക്കെ പൊട്ടന്മാരാണ്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരു ഈ കസേരയിൽ ഇരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പണി ചെയ്യേണ്ട കാര്യം? ഇനി സംഘടനയുടെ പവർ എന്താന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. ഇനി സംഘടനയ്ക്ക് എത്ര പവറുണ്ട്, സംഘടനയുടെ പവർ എന്താന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ ഇത്രയും കാലം എല്ലാവരും സഹകരിക്കുമ്പോ ഞങ്ങളുടെ ചെവിയിലെ കൂടെ കുത്തുക, കുത്തികാലം വെട്ടുക, അറിയിക്കണ്ടേ? സാറ് 10 ദിവസം മുമ്പല്ലേ വന്ന് അറിയിച്ചില്ല. അപ്പൊ വ്യക്തമായി ഇയാള് വീട്ടിൽ പോയി ക്ഷണിച്ചു കൊണ്ടുവന്ന് 9 മണി വരെ ഉദ്ഘാടനം അവൻ പറ്റിയിരിക്കുക, കാര്യം പറ്റിയിരിക്കുക. അല്ല, ഇതുപോലെ ഒരാളെ വെച്ച് ഈ സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോ എഞ്ചിനീയറാണ് ഉദ്ഘാടനം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോ ഈ 8:30 മുന്നിൽ വരെ MLA വരുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുമായിരുന്നു. അപ്പൊ ആരെ വെച്ച് ഉദ്ഘാടനം MLA കൊണ്ടല്ല, അത് പറയട്ടെ. വെള്ളിയാഴ്ച രാവിലെ 11 മണി മുതൽ ഈ ബസ് ഓൺലൈനിൽ തിരുവനന്തപുരത്ത് ഇത് ഓൺലൈനിലുണ്ട്. ഈ വണ്ടി ഉദ്ഘാടനം ഒന്നുമില്ലെങ്കിൽ ഞായറാഴ്ച രാത്രി ഫുൾ ആളായിട്ട് പോകാനുള്ള വണ്ടി അറിയാം. 11 വെള്ളിയാഴ്ച വ്യാഴാഴ്ച മീറ്റിംഗ് കൂടി ഞാൻ ഇവിടെ എല്ലാ ദിവസവും കൂടി വണ്ടി AC രേഖാമൂലോട് എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ ചുമതല നില MLA അറിയിച്ചിട്ടുള്ളൂ. അല്ല, അന്ന് ഉദ്ഘാടനം തീരുമാനിച്ചില്ല. ഞാൻ പറയട്ടെ, ബസ് വെള്ളിയാഴ്ച രാവിലെ ഓൺലൈനിൽ വന്നു. 11 മണി തൊട്ട് ഇവിടെ ഓൺലൈൻ ജനങ്ങൾ മുഴുവൻ ചെയ്ത് ഇന്നലെ ഉദ്ഘാടനം നടന്നാലും ബസ് പോകും. അത് ഇതായിട്ട് അത് റീപ്ലേസ്മെന്റ് ബസ്സായിരുന്നു. സ്ഥലം MLA അറിയിക്കാനുള്ള എന്റെ ചുമതല മാത്രമേ ഞാൻ അറിയിച്ചതല്ല. പോയി അറിയിച്ചു. ബസ് ഇങ്ങനെ നോട്ടീസും ബോർഡൊന്നും അടിച്ചില്ല. ഉദ്ഘാടനത്തിന്റെ ഒരു നോട്ടീസ് MLA പങ്കെടുക്കുന്ന പരിപാടി, MLA പങ്കെടുക്കുന്ന ഒരു പരിപാടി. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, നിങ്ങളിത് മുഴുവൻ പറയാന്ന് അവിടെ നിന്നു നിർത്തി. ഇന്നലെ രാത്രി 8:30 വൈകുന്നേരം വിളിച്ചിട്ട് ഞാൻ വരുന്നുണ്ടെന്നേ പറഞ്ഞു. എന്നോട് പറഞ്ഞു അമൃതയിൽ പോകുന്നത് പറഞ്ഞു. 8:30 മണിക്ക് വിളിച്ചിട്ട് ഞാൻ ഇത്ര ഒരു ഇഷ്യൂ ഇതിൽ ഞാൻ കണ്ടില്ല. അതായത് ഒരു ഇത്ര ഇങ്ങനെ ആവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ബസ് AC ഫുള്ളായി കിടക്കണം, ഓൺലൈനിൽ കിടക്കണം, എല്ലാവരും കാണണം. വ്യാഴാഴ്ച ഞാൻ മീറ്റിംഗ് കൂടി ഇവിടെ എല്ലാ ഹെഡുകളെ അറിയിച്ചിട്ട് രേഖയുണ്ട്. അല്ലാണ്ട് ഞാൻ ആരും ഒറ്റയ്ക്കൊന്നല്ല. ഈ ബസ് വന്നതും മനോരമയിൽ വലിയ വാർത്ത വന്നല്ലോ. നല്ലൊരു വാർത്ത മനോരമയിൽ ചടങ്ങ് വന്നില്ലല്ലോ, ഉദ്ഘാടനം ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഫ്ലാഗ് വന്നത്? ആ ബസ് പോകുമായിരുന്നു എന്ന് സാർ പറഞ്ഞു. അത്രയുണ്ടല്ലോ. ഇത് ഉദ്ഘാടനമേ ചെയ്യേണ്ടിയിരുന്നില്ല. പിന്നെന്തിനാണ് MLA വിളിച്ചിരുന്നത്? 8:30 MLA വിളിക്കുമെന്ന് പറയണം. ഞാനൊരു കാര്യം പറയട്ടെ, വെള്ളിയാഴ്ച രാവിലെ 11 വന്നിട്ട് ഇത് ഓൺലൈനിൽ വന്ന വണ്ടിയാണ്. ഉദ്ഘാടനത്തിന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ ഇവിടെ ആർക്കും അറിയിപ്പ് കൊടുത്തില്ല? അത് ഞാൻ അല്ല, ഇവിടെ ഇത് ബന്ധപ്പെട്ട സംഘടനയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ ഒരാൾ അറിയിക്കേണ്ടവരെ ഡ്യൂട്ടിയിലുള്ള കൺട്രോൾ ഇൻസ്പെക്ടർ അരമണിക്കൂറുള്ള സംവിധാനമുണ്ട്. ഗൂഗിൾ പേ പോട്ടെ, ഈ വാട്സപ്പിൽ ഉൾപ്പെടെ ഒരു മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് എന്താ അത്ര? അല്ല, 8:30 വിളിച്ച് MLA വരുന്നു എന്ന് പറഞ്ഞപ്പോ പുതിയൊരു സർവീസും അല്ല, പുതിയൊരു സർവീസ് അല്ല. അത് നിലവിലുള്ള ഒരു പഴയ സർവീസ് ഡീലക്സ് ബസ് മാറ്റി
ബസ്സിൽ AC ബസ്സിൽ വെച്ചാൽ മാത്രം സത്യത്തിൽ ഉദ്ഘാടനം ആവശ്യമില്ല. MLA വരണമെന്നേ ഇല്ല. ഇല്ല, അതാണ് MLA സത്യം. നിർബന്ധമല്ല. അങ്ങനെ ഇരിക്കെ MLA-ക്ക് ഒരു MLA വെള്ളപൂശാൻ വേണ്ടി KSRTC വഴി ഒരു അവസരം സാർ നൽകി കൊടുത്തു. ബാംഗ്ലൂർ സർവീസ് ആയതുകൊണ്ട് അറിയിച്ചതാണോ? പ്രത്യേകിച്ച് ബാംഗ്ലൂരിലേക്ക് ആയതുകൊണ്ട് ഞാൻ ലിങ്ക് വന്നപ്പോഴും അറിയിച്ചു. അതാണോ താല്പര്യം? ഞാനൊന്ന് പറയട്ടെ, ലിങ്ക് വന്നപ്പോൾ അറിയിച്ചു, AC വന്നപ്പോൾ അറിയിച്ചു. അടുത്ത ആഴ്ച കൂടുതലൊരു വണ്ടി ഇന്നലെ വന്നിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. ഈ വണ്ടി വന്നൊക്കെ ഇവർക്ക് അറിയാം. ഇനിയിപ്പോ അതാ കൂടുതലൊരു വണ്ടി വന്ന് പത്രത്തിൽ ഉൾപ്പെടെ വന്നല്ലേ വണ്ടി ഉദ്ഘാടനമുള്ള വിഷയം. അറിഞ്ഞു സാറേ, ഈ ഉദ്ഘാടനം എത്രയ്ക്ക് നടത്തില്ലേ സാറേ? അതെന്തുകൊണ്ട് അറിയിച്ചില്ല? ഇങ്ങനെ തിടക്കിട്ട് വേണ്ട സാധനമായാലും അഭിപ്രായം. അല്ല, ഇതിനു മുമ്പ് വന്ന വണ്ടികളെ അറിയിക്കാൻ പോയി ക്ഷണിച്ചോ? ഇത് മാത്രം പ്രത്യേക താല്പര്യമുള്ളത് ഇത് മാത്രം വീട്ടിൽ പോയി ക്ഷണിക്കാൻ ലിങ്ക് അറിയിച്ചാ ഞാൻ ഈ വിഷയങ്ങളെല്ലാം അറിയില്ലേ? നമ്മളൊരു കാര്യം ചെയ്യും. കുട്ടികളൊക്കെ ഒരു സ്ഥലത്തേക്ക് ഇതുപോലെ ഒരു MLA ആനയിച്ച് കൊണ്ടുവരാൻ പറ്റുമോ? ഇവിടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ള സ്ഥലമല്ലേ? ഇങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതുപോലെ എന്താണ് സ്ഥലത്തേക്ക് ചെയ്യുന്നത്? ഇതുപോലെ MLA ഇപ്പോ പറയുന്നുണ്ടല്ലോ ഇത്രയും വലിയ പ്രശ്നം